വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ. ഗസൻ ജനതയോടുള്ള ഇസ്രായേലിന്റെ അതിക്രൂര വിനോദത്തിനെതിരെ ലോകത്താകമാനം പ്രതിഷേധം ശക്തിയാർജിക്കുന്നു, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ. ഗസയിലേക്ക് മരുന്നും ഭക്ഷണവും എത്തിച്ചില്ലെങ്കിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഗസയിൽ 14,000-ലധികം വരുന്ന കുഞ്ഞുങ്ങളുടെ ശ്വാസം നിലയ്ക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ 2 മാസമായി ഇസ്രായേലിന്റെ ആസൂത്രിത വംശഹത്യയുടെ ഭാഗമായി ഗസയിലേക്ക് മരുന്നും ഭക്ഷണവും കടത്തിവിടാതെയായി ഇരിക്കുകയാണ്. ഭക്ഷണവും മരുന്നുമായി വിവിധ രാജ്യങ്ങളിൽ നിന്നും ഏകദേശം 9,000-ഓളം വരുന്ന ട്രക്കുകളാണ് ഗസയ്ക്ക് പുറത്ത് കെട്ടിക്കിടക്കുന്നത്. അകത്ത് അവശേഷിക്കുന്ന മരുന്നുകളും വെള്ളവും എല്ലാം തന്നെ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയാണ്. 1,200 പേർക്ക് പകരം 64,000-ലധികം പലസ്തീനികളെ കൊന്നിട്ടും രക്തദാഹം തീരാതെ രാക്ഷസപ്പടയായി ഇസ്രായേൽ വീണ്ടും മുന്നിൽ നിൽക്കുകയാണ്. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഹിംസ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനികാക്രമണം വ്യാപിപ്പിക്കുന്നതിന് ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി എതിർക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ അവരുടെ കൂട്ടക്കൊല അവസാനിപ്പിക്കാതിരിക്കുകയും ഗസയിലേക്ക് സഹായം എത്തിക്കുന്നത് തടയുകയും ചെയ്യുന്ന പ്രവൃത്തി നിർത്തിവെക്കാതിരിക്കുകയുമാണെങ്കിൽ ഇസ്രായേലിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കാനഡ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്ക് കുടിയേറ്റ വ്യാപനത്തെ എതിർക്കുകയും ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് വെസ്റ്റ് ബാങ്കിൽ 1,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതിലും 1,000-ലധികം ആളുകളെ വെസ്റ്റ് ബാങ്കിൽ നിന്നും കുടിയിറക്കിയതിലും അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ശക്തമായ ബോംബിങ്ങിന്റെയും എയ്ഡ് ബ്ലോക്കിന്റെയും പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള വാണിജ്യ കരാർ പുനഃപരിശോധിക്കാൻ നെതർലാൻഡ് കഴിഞ്ഞയാഴ്ച യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെയും നെതന്യാഹുവിന്റെ ആക്രമണത്തിന് പാശ്ചാത്യ രാജ്യങ്ങളുടെ അതിരുവിട്ട പിന്തുണയുണ്ടായിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിക്കാനും സ്വയം പ്രതിരോധിക്കാനുമുള്ള ഇസ്രായേലിന്റെ അവകാശങ്ങളുടെ അതിരുകൾ ലംഘിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്നാണ് ഈ 3 രാജ്യങ്ങളും പറഞ്ഞത്. നെതന്യാഹു ഗവൺമെന്റ് നികൃഷ്ടമായ നടപടികൾ തുടർന്നാൽ ഞങ്ങൾക്ക് നോക്കി നിൽക്കാനാവില്ല എന്നാണ് ഈ 3 രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ഇസ്രായേലിന്റെ പുതിയ യുദ്ധനീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ച നിർത്തിവെക്കുന്നതായി ബ്രിട്ടൻ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികൾക്കെതിരായ ആക്രമണങ്ങളെ പിന്തുണക്കുന്ന കുടിയേറ്റക്കാർക്കും സംഘടനകൾക്കും ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഗസയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ സർക്കാരിന്റെ നിലപാടും അനധികൃത കുടിയേറ്റങ്ങൾക്ക് സർക്കാർ നൽകുന്ന പിന്തുണയും ഇസ്രായേൽ സർക്കാരുമായുള്ള ബ്രിട്ടന്റെ ബന്ധം തകർക്കുന്നതായി ഡേവിഡ് ലാമി പറഞ്ഞു. ഈ പ്രസ്താവനകളൊക്കെ തന്നെ നിരുത്തരവാദപരവും പ്രഹസനവുമാണ്. വെസ്റ്റ് ബാങ്കിൽ അതിക്രമം കാണിക്കുന്ന കുടിയേറ്റക്കാർക്കും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകൾക്കും ഉപരോധം ഏർപ്പെടുത്തുന്ന ബ്രിട്ടന് എന്തുകൊണ്ട് ഗസയിൽ ഇത്ര വലിയ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെതിരെ ഒരു ധീരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല? അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം വെറും പ്രഹസനമാണെന്ന്. അതേസമയം ഇസ്രായേലിനെതിരെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ പ്രകടനമാണ് കഴിഞ്ഞ ഞായറാഴ്ച ഹേഗിൽ നടന്നത്. 100,000-ലധികം ആളുകളാണ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത്. ലോകത്തിൽ എത്ര വലിയ പ്രതിഷേധ പ്രകടനം നടന്നാലും ആര് തന്നെ ഭീഷണി മുഴക്കിയാലും ഗസയെ മുഴുവനായും പിടിച്ചെടുക്കുന്നവരെ യുദ്ധം തുടരുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇവിടെ ഒരു ചോദ്യം: ഗസയെ ഇനി എങ്ങോട്ട് പിടിച്ചെടുക്കാൻ? അവിടെ ആരാണ് നിങ്ങളെ പ്രതിരോധിക്കുന്നത്? ഗസ ഇസ്രായേലിന്റെ കൈപ്പിടിയിൽ അമർന്നു കിടക്കുമ്പോൾ വീണ്ടും വീണ്ടും ബോംബിട്ട് സാധാരണ മനുഷ്യരെ കൊന്നു തീർക്കുന്നതിന്റെ പേരാണോ യുദ്ധമെന്നത്? ഇനിയും ആ കൂട്ട നരഹത്യ കാണാനാണോ ലോകം കാത്തിരിക്കുന്നത്?